പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിടുന്ന വിവരം മുഖ്യമന്ത്രി ഇന്ന് അറിയിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ ഒരു സംസ്ഥാനത്ത് നടക്കുന്ന കുറ്റകൃത്യം CBIക്ക് സ്വമേധയായി ഏറ്റെടുത്ത് അന്വേഷിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇല്ല എന്നാണ് ഉത്തരം. ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമത്തിൻ്റെ സെക്ഷൻ 2 പ്രകാരം CBIക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കേസുകൾ സ്വമേധയായി ഏറ്റെടുത്ത് അന്വേഷിക്കാൻ സാധിക്കും. എന്നാൽ സംസ്ഥാനത്തെ ഒരു കേസ് സ്വമേധയായി ഏറ്റെടുക്കാൻ CBIക്ക് സാധിക്കില്ല. സംസ്ഥാനത്തെ ഒരു കേസ് CBI ഏറ്റെടുക്കണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഉണ്ടായിരിക്കണം. ഇനി കേന്ദ്ര ഗവൺമെൻറ് CBIയോട് സംസ്ഥാനങ്ങളിൽ നടന്ന ഏതെങ്കിലും ഒരു കേസ് ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ പോലും അതിനും സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ഉണ്ടായിരിക്കണമെന്നാണ്. പക്ഷേ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഉത്തരവിടുകയാണെങ്കിൽ മാത്രം സംസ്ഥാനത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ ഒന്നും സമ്മതമോ അനുമതിയോ ഇല്ലാതെ CBIക്ക് രാജ്യത്തെ ഏത് കേസുകൾ വേണമെങ്കിലും അന്വേഷിക്കാവുന്നതാണ്. ഇനി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാലും ചില സാഹചര്യങ്ങളിൽ CBIക്ക് കേസുകൾ ഏറ്റെടുക്കുന്നത് നിരസിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു സംസ്ഥാനം ഒരു കേസ് അന്വേഷിക്കാൻ CBIയോട് അഭ്യർത്ഥിക്കുന്നു. കേന്ദ്ര സർക്കാർ ഈ കേസിൽ CBIയുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നു. CBI കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗവും വിലയിരുത്തി CBI അന്വേഷണം അർഹിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്നു. ചിലപ്പോൾ സാധ്യതയില്ലെങ്കിൽ നിരാകരിക്കുന്നു. കേസുകൾ നിരാകരിച്ച ചരിത്രവും CBIക്കുണ്ട്. നിലവിൽ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 വിഭാഗങ്ങളാണ് CBIക്കുള്ളത്. അഴിമതി സംബന്ധിച്ച വിഷയങ്ങൾ അന്വേഷിക്കാൻ അഴിമതി വിരുദ്ധ വിഭാഗം അഥവാ ആൻറ്റി കറപ്ഷൻ ഡിവിഷൻ, സാമ്പത്തിക ഫ്രോഡുകളും അനുബന്ധ സ്കാമുകളും അന്വേഷിക്കാൻ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അഥവാ എക്കണോമിക് ഒഫൻസസ് ഡിവിഷൻ, സീരിയസും സെൻസേഷണലും സംഘടിതവുമായ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക കുറ്റകൃത്യ വിഭാഗം അഥവാ സ്പെഷ്യൽ ക്രൈം ഡിവിഷൻ. ഏതായാലും സിദ്ധാർത്ഥ് വിഷയം പോലെയുള്ള ഗൗരവകരമായ കുറ്റകൃത്യങ്ങളിൽ CBI അന്വേഷണം വളരെ അനിവാര്യമാണ്. റാഗിങ് പോലെയുള്ള സംഘടിതമായ കുറ്റകൃത്യങ്ങൾ തടയാൻ ഇത് സഹായിച്ചേക്കും.